കാസർഗോഡ് പെയ്വളികയിൽ 15-കാരിയായ 10ാം ക്ലാസ്സുകാരിയെയും അച്ഛൻ്റെ സുഹൃത്തും അയൽവാസിയുമായ 42-കാരനായ മധ്യവയസ്കൻ പ്രദീപിനെയും കാണാതായ വിഷയത്തിൽ ഇതുവരെ ദുരൂഹതയുടെ കെട്ടഴിഞ്ഞിട്ടില്ല. ഇരുവരെയും 26 ദിവസങ്ങൾക്ക് ശേഷമാണ് വീടിൻ്റെ 200 മീറ്റർ അകലെ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ഇവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് ആത്മഹത്യ തന്നെ എന്നുള്ളതാണ്. പക്ഷേ അത് ആർക്കും ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സത്യം തുറന്നു പറയാതിരിക്കാനും വയ്യ. ഇതെന്ത് അസംബന്ധമാണ്? 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, അത് 42 വയസ്സുള്ള തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മധ്യവയസ്കനോട് പ്രണയമുണ്ടായി പ്രണയനൈരാശ്യത്തിൽ ഇരുവരും തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത ഈ ദുനിയാവിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആത്മഹത്യയല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാനും കാരണം. കുറച്ച് കാലങ്ങളായി ശ്രേയ എന്ന ഈ 15-കാരിയെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന ആളാണ് അയൽവാസിയായ ഓട്ടോ ഡ്രൈവറായ പ്രദീപ്. ഇവർ തമ്മിൽ പല വിധത്തിലുള്ള ഫോട്ടോകളെല്ലാം ലഭിച്ചത് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നതിലേക്ക് സൂചന വരുത്തുന്നുണ്ട്. പക്ഷേ അത് വിവാഹം കഴിക്കാനും മാത്രമുള്ള ഒരു അടുപ്പമാണോ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇരുവരുടെയും ഫോൺ പരിശോധിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പോലീസുള്ളത്. നാട്ടിലും പ്രദീപ് എന്ന ഈ 42-കാരനെക്കുറിച്ച് പറയുന്നവർക്ക് അത്ര വെടിപ്പായ അഭിപ്രായങ്ങളൊന്നുമില്ല. ഇയാൾക്കെതിരെ ആ സ്കൂൾ തന്നെ പോക്സോ കേസ് പല പ്രാവശ്യം നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ലല്ലോ. അത്തരത്തിൽ നാട്ടിലെല്ലാവർക്കും യാതൊരു നല്ല അഭിപ്രായമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഈ 15 വയസ്സുകാരി പ്രണയിച്ചതും കൂടെ ഒളിച്ചോടിയതുമെല്ലാം? ഏകദേശം മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. മൃതദേഹം ഉണങ്ങിയ നിലയിലായിരുന്നു. 20 ദിവസത്തോളം പഴക്കമുണ്ടെങ്കിൽ പിന്നെ അവശേഷിക്കുന്ന 8 ദിവസം ആ കാട്ടിനുള്ളിൽ ഇവർ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് എന്നുള്ള കാര്യത്തിലും യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. കാണാതായതിനെ തുടർന്ന് ഇവർക്കുള്ള തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഇരുവർക്കും എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ലഭിച്ചത് എന്നുള്ള കാര്യത്തിലും യാതൊരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ മറ്റൊരാളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാനും കാരണം. ഒന്നിരിക്കെ പ്രദീപ് ഈ ശ്രേയയെ പല സമയങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. പിന്നീട് അതിന് വിസമ്മതിച്ച ഇവളെ കടത്തിക്കൊണ്ടുപോയി ഇയാൾ ക്രൂരപരമായി പ്രവർത്തിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇവളെ കെട്ടിത്തൂക്കിയതായിരിക്കാം. തൻ്റെ കയ്യിലിരിപ്പ് മനസ്സിലായി ഇനി തനിക്ക് രക്ഷയില്ല എന്ന് കണ്ട പ്രദീപും ആ കടുങ്കൈ ചെയ്തു എന്നുള്ള സൂചന ആർക്കും മനസ്സിൽ പെട്ടെന്ന് വരാനും മാത്രമുള്ളതല്ലേ. ഇവരുടെ ഫോൺ പരിശോധന കഴിഞ്ഞാലറിയാം എന്താണ് ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്നത്. ഒരിക്കലും ഈ 15 വയസ്സുകാരി 42-കാരനെ പ്രണയിച്ച ആ പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ ഇരുവരും ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഒരിക്കലും വിശ്വാസയോഗ്യമായ ഒരു കാര്യം അല്ല. ദുരൂഹത ഒരിക്കലും മാറുന്നില്ല ഈ കേസിൽ നിന്നും. 26 ദിവസമാണ് ഇവരെ കാണാതായത്. 200 മീറ്റർ അകലെ ഉണ്ടായിട്ടും ഇവരെ കണ്ടെത്തുവാനുമാകാത്തതും ദുരൂഹത ഏറ്റി നൽകുന്ന കാര്യമാണ്. ഇവർ മരണപ്പെട്ട ആ സ്ഥലത്ത് വെച്ച് ഇവരെ പല സമയങ്ങളിൽ പലരും കണ്ടതായും ഇവരെ അവിടെ നിന്ന് കണ്ടെത്തിയ സമയത്താണ് അവർ ആ കാര്യം വെളിപ്പെടുത്തി പറഞ്ഞതും. എന്തുകൊണ്ട് മുമ്പ് തന്നെ ഈ കാര്യം ഇവർ ഉദ്ദേശിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് 15 വയസ്സുകാരിയും 42-കാരനും ഒളിച്ചോടി എന്നുള്ള നിഗമനമാണ് ഇതിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. ശ്രേയയ്ക്ക് എന്ത് സംഭവിച്ചു? ആ രാത്രി എന്താണ് ഇവർ സംസാരിച്ചത് എന്നുള്ളതെല്ലാം ശ്രേയയുടെ ഫോൺ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അറിയാം എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ച കാര്യമെന്നും പ്രദീപിൻ്റെ നീച സ്വഭാവം എന്താണെന്ന്.